ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആതിര റൂമിൽ വന്ന് നോക്കുമ്പോൾ നന്ദിനി കിടുകിട വിറക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥയിൽ നന്ദിനി ഇങ്ങനെ വേദന കൊണ്ടും ചൂട് കൊണ്ടും ഇങ്ങനെ പൊളയുന്നത് കാണുമ്പോൾ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് ആരതി ഒത്തിരി തവണ വിളിച്ചു നോക്കണം കേട്ടോ. പക്ഷേ അവൾക്ക് ഉത്തരം നൽകുന്നില്ല. നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വേറൊരു ബെഡ്ഷീറ്റ് എടുത്ത് ഒന്നും കൂടി നന്ദിനിക്ക് പുതുപ്പിച്ച് കൊടുക്കണം കേട്ടോ. നന്ദിനി കുളിരുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. ഈശ്വര, എൻ്റെ ഏട്ടൻ എത്ര വലിയ ത്യാഗം ചെയ്യാൻ വേണ്ടി അമ്പലത്തിലോട്ട് പോകുന്നു, പക്ഷേ എൻ്റെ നന്ദിനിക്ക് അതുകൊണ്ടൊന്നും യാതൊരുവിധ അസുഖത്തിനും ഭേദമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കാണിക്കുന്നത് സൂര്യയാണ്. ഭിക്ഷാടനത്തിന് ഇരുന്ന സൂര്യയുടെ അടുത്തോട്ട് ഒരാൾ വരുമ്പോഴേക്കും അമ്മയെ എന്തെങ്കിലും തരണേ, പ്ലീസ് സാർ എന്നൊക്കെ പറയുന്നത് കേട്ട് അയാൾ പറയണേ, എടാ തൻ്റെ തടിക്ക് യാതൊരു കേടും ഇല്ലല്ലോ, പിന്നെ താൻ എന്തിനാടോ ഭിക്ഷാടനത്തിരിക്കുന്നത്? അപ്പോഴേക്കും വിവേകിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വിവേക് പറയണേ, എന്താ നിങ്ങൾക്ക് ആരോ? അപ്പോഴേക്കും വിവേക് നീ മിണ്ടാതിരിക്കുക എന്നുള്ള വാക്കായിട്ടോ സൂര്യയുടെ. അങ്ങനെ അയാൾ പറയണേ, എടോ തനിക്ക് നല്ല പണിയെടുത്ത് ജീവിച്ചൂടെ, മറ്റുള്ളവരെ പൈസ തട്ടിക്കാനും വെട്ടിക്കാനും വേണ്ടി വീട് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും വിവേക് ദേഷ്യം പിടിക്കുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഭിക്ഷാടനം ചെയ്യിച്ചിട്ട് അതിൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുകയായിരിക്കില്ലേ നീ എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ സൂര്യ ഒരുമാതിരി ഒരു വൃത്തികെട്ട സംസാര രീതിയിൽ അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കാൻ, തനിക്ക് തടിമിടുക്കുണ്ടല്ലോ, എന്നിട്ട് താൻ എന്തിനാടോ ഞങ്ങളെപ്പോലെയുള്ളവരെടുത്ത് ഭിക്ഷ യാചിക്കുന്നത്, തനിക്ക് എന്തിനാടോ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഒരുപാട് വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ വിവേകിൻ്റെ ഇടനെഞ്ച് പൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിവേക് പറയണേ, സൂര്യ മതി, നമുക്കിത് വേണ്ട, സൂര്യ വാ പോവാം, നീ എങ്ങനെയുള്ളവനായിരുന്നടാ എന്നൊക്കെ പറഞ്ഞ് താൻ ആ ചിന്ത, അതായത് ഓഫീസിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റിയോട് എനിക്ക് ഇങ്ങനെയുള്ള ആ ഒരു ഇതൊന്നും തരേണ്ട, അതുപോലെ മറ്റുള്ളവരോട് ഒക്കെ നല്ല നന്മ മാത്രം ചെയ്ത് സൂര്യക്ക് ഇന്ന് ഈ അനുഭവം വന്നല്ലോ എന്നുള്ള ആ മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം അവരെ കുറ്റം പറയാനും പറ്റില്ല, നമ്മൾ അവരുടെ മുന്നിലോട്ട് യാചിച്ച് ചെല്ലല്ലേ, അപ്പോൾ യാചിച്ച് ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ നിന്നുള്ള വഴക്ക് നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ള പറച്ചിലും കൂടി ആയിട്ടോ. അങ്ങനെ അപ്പോൾ കാണാം വേറൊരാൾ വരുന്ന, അപ്പോൾ സൂര്യ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആരോ ഒരാൾ സൂര്യയുടെ പാത്രത്തിലോട്ട് 1 രൂപ നാണയം ഇട്ട് കൊടുക്കുമ്പോൾ സൂര്യ ആ 1 രൂപയുടെ വില എന്തെന്ന് അപ്പം തിരിച്ചറിയാണ്. സൂര്യ ആ 1 രൂപ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് സൂര്യയുടെ കൺമുന്നിൽ പോകുമ്പോൾ വിവേകാണെങ്കിലും പഴയ ആ സൂര്യയെ ഓർക്കാനായിട്ട്, അതായത് ഇത്രയും പണക്കാരൻ ഒരു സൂര്യക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലേ ഈശ്വര, എന്തൊരു ദുർവിധിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആതിര, അതുപോലെ നന്ദിനി, ഇതേപോലെ സൂര്യയുടെ അച്ഛൻ യതീന്ദ്രൻ സാറ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ സാറ് പറയണേ, എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തിന് യാതൊരുവിധ ഭേദമില്ലല്ലോ, അപ്പം നന്ദിനിയുടെ അസുഖത്തിന് യാതൊരുവിധ ഭേദമില്ല, എന്തായാലും അച്ഛാ എനിക്ക് ഏട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ഏട്ടനെ നേരിട്ട് കണ്ട വിഷയാചിക്കുന്നത് നേരിട്ട് കാണുന്ന എനിക്കുള്ള അതിനുള്ള ആ ഒരു ധൈര്യമില്ല, പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ മുള്ളൊന്ന് പൊള്ളുന്നു, എന്ത് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ സുദേവൻ കയറി വരുന്നു. അപ്പോൾ സുദേവൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞിന്, അവൾ മിണ്ടിയോ, അവൾ എന്തെങ്കിലും കുടിച്ചോ? അപ്പോൾ അതിൽ പറയണേ, ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു എന്ന് പറയണോ. എന്നാലും എൻ്റെ കുഞ്ഞിന് യാതൊരുവിധ ഭേദമില്ലല്ലോ ഈശ്വര, അവളുടെ 2 അനിയത്തിമാർ പൊട്ടിക്കരയാണ്, ഈ വീട്ടിലോട്ട് അവരെ കൊണ്ടുവരാനും പറ്റത്തില്ലല്ലോ, അവരെ കൊണ്ടുവരാൻ അവരനുഭവിക്കുന്ന ദുരന്തം എന്തായിരിക്കും, അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവാണ്. ഇത്രയും നാൾ എൻ്റെ കുഞ്ഞ് ഒരുപാട് പരാതികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിൽക്കാൻ വയ്യ, പക്ഷേ എൻ്റെ മോളെ യതീന്ദ്രൻ സാറിനും അതുപോലെ സൂര്യ സാറിനും വേണ്ടി നീ വീട്ടിൽ നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ, ഞാൻ അവളെ ആർക്കും വിട്ടു തരുന്നില്ല, ഞാൻ കൊണ്ടുപോവാണ് എൻ്റെ കുഞ്ഞിനെ, അതുകൊണ്ട് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവളുടെ മരണമായിക്കോട്ടെ, എന്താണോ താൻ ഈ കിടന്ന് പുലമ്പുന്നത് എന്ന് പറഞ്ഞ് യതീന്ദ്രൻ ഞങ്ങൾ ചൂടാവാൻ കേട്ടോ. ഇല്ല സാറേ എൻ്റെ കുഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ എന്നോട് പേറിയിട്ടുണ്ട്, പക്ഷെ ആ സങ്കടങ്ങൾക്കെല്ലാം ഉത്തരമായി ഞാൻ അവളോട് പറയും, യതീന്ദ്രൻ സാർ, സൂര്യ സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ പിടിച്ചു നിർത്തും. ഇനി വയ്യ, അവളുടെ അനിയത്തിമാരുടെ അടുത്ത് ഇരുന്നിട്ട് അവളുടെ ആ ഒരു ഇതായിക്കോട്ടെ, ഞാനൊന്നും മിണ്ടാതിരിക്കടോ, നീ കൊണ്ടുപോകുമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ കൊണ്ടുപോകുമ്പോൾ അവളുടെ ഭർത്താവായ സൂര്യയുടെ സമ്മതമില്ലാതെ നീ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കേൾക്കുന്ന യതീന്ദ്രനെ ഒന്ന് ഞെട്ടി, യതീന്ദ്രൻ്റെ വാക്കുകൾ കേട്ട സുദേവനൊന്നും ഞെട്ടി കേട്ടോ. എന്നിട്ട് യതീന്ദ്രൻ പറയണത്, താൻ എന്താടോ വിചാരിച്ചിരുന്നത്, തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞമ്മയും ഒക്കെ ഈ ഒരു അസുഖം പിടിച്ച് മരിച്ചു എന്ന് താൻ പറഞ്ഞു, അതിൽ കുറേ കർമ്മങ്ങൾ ചെയ്യാൻ താൻ ബാക്കി വെച്ചിട്ടുണ്ടെന്നും ജോത്സ്യനോട് താൻ പറഞ്ഞു. എന്നാൽ ജോത്സ്യൻ ആ കർമ്മത്തിൻ്റെ ബാക്കി ചെയ്യേണ്ടത് അത് സൂര്യയാണ്, നമ്മളുടെ ഭർത്താവ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പോൾ ഇന്ന് അമ്പലം നടക്കൽ ഭിക്ഷ യാചിച്ചിരിക്കുകയാടോ, എന്നിട്ട് താൻ എന്താടോ ഈ പറയുന്നത്, ഭിക്ഷ യാചിക്കാൻ പോയ എൻ്റെ മകൻക്ക് യാതൊരു വിലയില്ലെങ്കിൽ താൻ കൊണ്ടുപോയിക്കോടോ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, ഞാൻ
ഒരിക്കലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സാറേ എന്ന് പറഞ്ഞ് സുദേവൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സുദേവൻ ഇങ്ങനെ ആ ചിരിയോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, എന്തായാലും തൻ്റെ മകളെ രക്ഷിക്കൂടോ, എൻ്റെ മകൻ്റെ ആ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ കഴിയുന്നതിനോടുകൂടി തൻ്റെ മകൾ രക്ഷിച്ചു വരൂടോ. നന്ദിനി ഞങ്ങൾക്കും നല്ലവളാണല്ലോ, നന്ദിനി ജീവിക്കേണ്ട ഞങ്ങളുടെയും കൂടി ആവശ്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതിന് പറയാനേ നിങ്ങളുടെ ഭാഗ്യമാണ് എൻ്റെ ഏട്ടനെ പോലെ ഒരാളെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തീർച്ചയായും അത് ഭാഗ്യമാണ് എന്നുള്ള ആ ലെവലിൽ സുദേവൻ നിൽക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന സൂര്യയെ തന്നെയാണ്. അങ്ങനെ അമ്പലനടയിൽ സൂര്യ ഭിക്ഷ യാചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഓരോരുത്തരുടെ കഥകൾ പറയണം. അപ്പോൾ അതിലൊരു സ്വാമിജിയായ ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ, മോനെ നിനക്ക് വെള്ളം വേണോ? അപ്പോൾ വിവേക് പറയണം, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം വെള്ളമെന്ന് സൂര്യയോട് പറയുമ്പോൾ അത് വേണ്ട, ഇവരുടെ വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ച് കുടിക്കാൻ കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ കഥ പറയാണ്. ഞങ്ങളൊക്കെ എന്നിങ്ങനെ ഭിക്ഷാടനത്തിന് വന്നത് ഞങ്ങളെ ഒരാൾക്ക് അവരുടെ മക്കൾക്ക് വേണ്ട ഈ ഇരിക്കുന്ന കണ്ണ് കാണാത്ത പെൺകുട്ടിക്ക് അവൾ കണ്ണ് കാണാത്തവളാണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയതാണ്, ഇവൾ ഞങ്ങൾക്ക് മകളാണ്, ഞങ്ങൾക്കൊക്കെ ഓരോ കഥകളുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, അല്ല ഏട്ടന് എന്ത് കഥയാണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെയാണ് ഞാനിവിടെ വഴിപാടിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് കൂടുതലാണ്, എൻ്റെ ഭാര്യയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് കേട്ട ഉടനെ ഈശ്വര, ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു വഴിപാട് ചെയ്യേ, അതും ഭിക്ഷാടനം, ആ ഭാര്യ എത്ര നല്ല ഭാഗ്യവതിയാണ് എന്ന് പറയുമ്പോൾ വിവേക് അത് കേട്ട് പുഞ്ചിരിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ സൂര്യ പറയുന്ന വാക്കുകൾ കേട്ട് ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. അവളല്ലടോ ഭാഗ്യവതി എന്ന് ഞാൻ പറയും, ഞാനാണ് കാരണം. അവൾ അത്രയും നന്മയുള്ളൊരു പെൺകുട്ടിയാണ്, അത്രയും മനസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നേ വരെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ സൂര്യ പറയുന്നത് കേൾക്കാൻ കേട്ടോ. പിന്നീട് സുദേവനെ തന്നെയാണ് കാണിക്കുന്നത്. സുദേവൻ തൻ്റെ നന്ദിനിയോട് പറയുന്ന, മോളെ ഈ അച്ഛൻ ഇത്രയും നാളും പറഞ്ഞിരുന്നത് ഈ വീട്ടിൽ നീ നിൽക്കണ്ട എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ അച്ഛൻ ഇതിലും നല്ലൊരു വരനെ നിനക്ക് കണ്ടെത്തി തരാൻ കഴിയില്ല. അവൻ നിൻ്റെ കഴുത്തിൽ അറിയാതെ താലി കെട്ടിയതാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ നിനക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ എവിടെയും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന ആദര കേട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആദര പറയണം, ആരതി കേട്ട് വരികയാണ്. അങ്ങനെ ആരതി പറയണത്, നിങ്ങളിവിടെ നിൽക്കേണ്ട, ആ കുട്ടികൾ ആകെ പേടിക്കും, ഇവിടുത്തെ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പോയിക്കോളൂ, അതുകൊണ്ട് അച്ഛൻ തിരികെ പോയിക്കോളൂ, എന്നാൽ എൻ്റെ കുഞ്ഞ് അവളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഞാൻ നോക്കും, അവളെ എണീക്കും, നന്ദിനി എണീക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുദേവൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ നിന്നും പിന്തിരിഞ്ഞു പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന യതീന്ദ്രനെയാണ്. തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന യതീന്ദ്രനെ കാണുമ്പോൾ പത്മയ്ക്ക് എന്തോ ഒരു സംശയം, ഇങ്ങേർക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഇങ്ങേർക്കൊരു സമാധാനമില്ലാത്ത നടത്തമാണല്ലോ, അതൊന്ന് നടുറോട്ടിലോട്ട് കണ്ണും തള്ളി നിൽക്കുന്ന ഇങ്ങേരെന്താ എന്നുള്ള ഭാവത്തിൽ പത്മ വന്നിട്ട്, ഇതെന്താ നിങ്ങൾ ഈ ഉമ്മറപ്പടിയിൽ തന്നെ നിൽക്കുന്നത്, എന്താ നിങ്ങൾ ആരെയും കാത്തു നിൽക്കുമോ? അതൊന്നുമല്ല, പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? ആ വേലക്കാരി പെണ്ണിനെ കുറിച്ച് ഓർത്താണ്, ആ വേലക്കാരി പെണ്ണിനെ കുറിച്ച് ഓർത്ത് തന്നെ. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ മട്ടൻ കഴിച്ചതിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ വരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ബിരിയാണി കഴിച്ചത്, എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കൊന്നും വന്നില്ലല്ലോ. അത് കേട്ട ഉടനെ അതിൻ്റെ തോന്നൽ മാത്രം, വന്നത് ആ വേലക്കാരി പെണ്ണ് നീ പറയുന്ന ആ നന്ദിനിക്ക് തന്നെയാണ്, നന്ദിനിയുടെ അസുഖം കുറച്ച് സീരിയസ് ആണ്. അതിനിപ്പോൾ എന്താ നന്ദിനിയുടെ അസുഖം സീരിയസ് ആയി? എടോ, നീ ഒരു മനുഷ്യ ജന്മം തന്നെയാണോ? ജന്മമാണെങ്കിൽ ഇങ്ങനെയൊന്നും നീ സംസാരിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. ഓ, അവൾക്ക് കൂടി കുറഞ്ഞു എന്നുള്ളത് അന്വേഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല, എന്തായാലും നിങ്ങളുണ്ടല്ലോ അന്വേഷിക്കാൻ, മകളായും മരുമകളായും ഒക്കെ കാണാൻ നിങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നങ്ങനെ പത്മ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി ഇടാവേ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.